ദീനീ ചിട്ടകൾ കൈവിടാതെ അത് നമ്മുടെ മുതൽക്കൂട്ടായി ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലം ഇവിടെ നിന്നൊക്കെ മാറിക്കൊണ്ട് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ദീനിനും മറ്റുള്ള ചിട്ടകൾക്കൊന്നും യാതൊരു വിലയും കൊടുക്കാത്ത കാലഘട്ടമാണ്. പക്ഷേ നമ്മൾ എത്ര ഉയർന്നിട്ടുണ്ടെങ്കിലും ആ ദീനീ ചിട്ടകൾക്കോ ദീനീ കാര്യങ്ങൾക്കോ യാതൊരുവിധ കോട്ടം വരുത്തരുത്. അത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് യോജിച്ചതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുട്ടികളായാലും വയസ്സന്മാരായാലും എല്ലാവരും തന്നെ നമ്മുടെ നമ്മുടെ കുടുംബത്തിനുണ്ടായിരുന്ന നമ്മൾ അറിയപ്പെടുന്ന ആ കുടുംബത്തിൻ്റെ അതിൻ്റെ പ്രശസ്തി അതിൻ്റെ യശസ് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കാലം മാറി വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പ് കാലത്ത് വെറും അറബി മലയാളവും മദ്രസയും മാത്രം പോയിരുന്നു, സ്കൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂൾ പഠനം തുടങ്ങി. ഇന്ന് നമ്മളിരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ കഴിയുന്നത് ഉയർന്ന നിലയിലുള്ള പഠനങ്ങൾ നേടിയിട്ടുള്ളവരാണ്. അങ്ങനെ പഠിക്കാൻ വേണ്ടി സ്കൂളുകളിലേക്കും അത് കഴിയുമ്പോൾ ഹയർ സെക്കൻഡറിയിലേക്കും പിന്നീട് കോളേജുകളിലേക്കോ മറ്റ് ടെക്നിക്കൽ സ്ഥാപനങ്ങളിലേക്കോ പോകുമ്പോൾ നമ്മുടെ വേഷവും വിധാനവും ഒന്നും അവിടെ യോജിക്കാത്തൊരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇന്ന് നടക്കുന്ന പരീക്ഷയ്ക്ക് മുസ്ലിം വേഷം ധരിക്കാൻ പാടില്ല എന്നും പാടുണ്ട് എന്നും ഉണ്ടെങ്കിൽ തന്നെ ഒരു മണിക്കൂർ മുന്നേ അവിടെ എത്തണമെന്നും ഒക്കെ അനുശാസിക്കുന്ന ഈ കാലത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. ഏതായാലും നമ്മുടെ ആ പാരമ്പര്യത്തിന് ദോഷകരമായ ഒരു ചിട്ടയോ പ്രവർത്തനമോ നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ആ കാലഘട്ടമൊക്കെ മാറി പുതിയ യുഗത്തെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളിൽ തന്നെ ഇന്ന് വെറും വല്ലമാരോ മൂല്യമാരോ മറ്റല്ല ഉള്ളത്. പല പ്രശസ്തമായ ഫീൽഡുകളിലേക്ക് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വളരെയേറെ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ മക്കളായി മാറിയിട്ടുണ്ട്. ഇന്ന് എല്ലാ ഫീൽഡിലും നമ്മളുണ്ട്. അത് പ്രത്യേകിച്ച് അധ്യാപകരുടെ ഫീൽഡിലെടുത്താൽ നമ്മളിൽ നിന്ന് പാലക്കാട് ധാരാളം അധ്യാപകരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള പലതരത്തിലുള്ള ഫീൽഡുകളിലും നമ്മൾ വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് പഴയ ആ തലമുറയിലൂടെയുള്ള മല്ലാമാരും മൂല്യന്മാരെ മാത്രം അല്ല, വളരെ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഉയർന്നിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പാരമ്പര്യത്തെ മറക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മളതിലേക്ക് മാറി വരും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണ്, മറ്റുള്ള ഒരാളെ ഉയർത്തിക്കൊണ്ടല്ല. നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു കുടുംബത്തിലെ ഒരു മകൻ ഡോക്ടറും മറ്റൊരു മകൻ എഞ്ചിനീയറാണ്. ഡോക്ടർ കല്യാണം കഴിച്ചത് ഒരു ഡോക്ടറെയാണ്. എഞ്ചിനീയർ കല്യാണം കഴിച്ചത് അന്ന് ജോലിയില്ല, പിന്നീട് ടീച്ചറാണ്, സർക്കാർ ജോലിയാണ്. ഈ ടീച്ചർ ദീനീ ചിട്ടയോടുകൂടി തൻ്റെ യാതൊരു രീതിയിലും പ്രത്യേകിച്ച് ഒരു മുടി പോലും പുറത്ത് കാണിക്കാതെ, ചിലപ്പോൾ അവരെ നമുക്കറിയാം പലതുപാട് നമ്മൾ സുന്ദികളൊക്കെ പലത് അതേ മുജാഹിദ് നമുക്ക് എന്തോ ആയിക്കോട്ടെ ഏതിലാണെങ്കിലും ശരി വളരെ ചിട്ടയിലും അച്ചടക്കത്തിലും ദീനീ ചിട്ടയിലുമായിരുന്നു പോന്നിരുന്നത്. തൻ്റെ മൂത്തശ്ശിയോട് എപ്പോഴും തന്നെ ഡോക്ടറാണ് എന്നുള്ള നിലക്ക് കുറച്ച് ആ കാര്യത്തിൽ പിന്നോക്കമായിരുന്നു. പലവട്ടം ഉപദേശിക്കും, നമുക്കത് ശരിയല്ല, നമ്മൾ ഡോക്ടറാണോ മറ്റോ എന്നുള്ളത് ശരി, ദീനീ ചിട്ട പെടാൻ പാടില്ല, ആ നിലയിൽ തന്നെ ജീവിക്കണമെന്ന്. പക്ഷേ അതൊരു പുച്ഛമായിരുന്നു അവർക്ക്. പക്ഷെ പടച്ചോന്റെ തൗഫീഖോടെ ആ ഡോക്ടർമാർ രണ്ടാളും ഹജ്ജിന് പോയി. ഹജ്ജിന് പോകുന്ന സമയത്ത് ആ ഹജ്ജ് ക്ലാസ്സുകളിൽ വെച്ചുകൊണ്ട് ദീനീ ചിട്ടകളെ പറ്റി വിശദീകരിക്കുകയും ആ സമയത്ത് ഒരു മുടി പോലും പുറത്ത് കടന്നാൽ അത് നരകത്തിലേക്കുള്ളതാണ് എന്ന് ക്ലാസ്സെന്ന് മനസ്സിലാക്കി ഇന്ന് ആ ഡോക്ടർ തൻ്റെ പമ്പത്തെ അലയച്ചിയേക്കാൾ വളരെ ചിട്ടയോടുകൂടി ദീനീ ചിട്ടയോടുകൂടിയുള്ള വസ്ത്രധാരണമാണ് ചെയ്യുന്നത്. മുമ്പത്തെ സാരിയും കാര്യങ്ങളൊക്കെ പോയി പുതിയ ഫാഷനുള്ള പത്തല്ല, ഏറ്റവും പഴഞ്ചനായിട്ടുള്ള പത്ത ധരിക്കുന്നു. അതേപോലെ തന്നെ മുഖം മറക്കുന്ന കാര്യത്തിൽ തൻ്റെ ഒരു മുടി പോലും പുറത്തിരുന്നു. അപ്പോൾ ബോധമുണ്ടാകുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മളിൽ തന്നെ നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും പേരമക്കളും അല്ലെങ്കിൽ ഉമ്മമാരോ പെങ്ങന്മാരോ വല്യമ്മമാരൊക്കെ തന്നെ നമ്മളിലുള്ളത്. നമ്മുടെ കുടുംബവും അതാണല്ലോ. അപ്പോൾ ഈ നമ്മൾ തന്നെ ഏതൊരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഈ ദീനീ ചിട്ടയെ കൈവിടാതെ നമ്മുടെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ എൻ്റെ സ്വന്തം നിലക്കും എൻ്റെ കുടുംബത്തെ നമ്മുടെ കുടുംബമായിട്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്കറിയാം, ഇവിടെ കാര്യങ്ങൾ വളരെ വിശദീകരിക്കേണ്ടതുണ്ട്, ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട്, ആശംസകൾ അർപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ
നമ്മളിൽ നിന്നും ഈ വർഷത്തെ SLCക്ക് ഏറ്റവും മികവ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവുന്നതിന് എത്തിപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസത്തിലേക്ക് കാലുകുത്തിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് അവാർഡ് നൽകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഒത്തുചേർന്നുകൊണ്ട് നമ്മളെ തന്നെ കണ്ടു പിരിഞ്ഞ് നല്ലൊരു വിഭവമായ സദ്യയും കാര്യങ്ങളൊക്കെ ഒന്ന് നേടി നമ്മളൊക്കെ തിരക്കിടില്ല വളരെ കൂടുതൽ ആളുകളുണ്ട് എന്ന് തെളിയിക്കൽ ഇതിന് ലക്ഷ്യമല്ല. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും ആളുകളുണ്ട് നമ്മൾ ഒന്നാണ് എന്ന് തെളിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർക്കും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്നവർക്കും അതേപോലെ തന്നെ നല്ല നിലയിൽ പഠിച്ച് വളർന്നവർക്കും പ്രോത്സാഹനങ്ങളും സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും നിലയിൽ പല കാര്യങ്ങളിൽ നമുക്കറിയാം, മനുഷ്യരായ നമ്മളിൽ പല കുറ്റങ്ങളും തെറ്റിദ്ധാരണകളും അതേപോലെ തന്നെ ചില വർഗപുഷ്ടികളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊന്നും ഒരു മുസ്ലിം എന്ന നിലക്കോ അല്ലെങ്കിൽ നമ്മൾക്കോ യോജിച്ചതല്ല. തെറ്റുകുറ്റങ്ങളെ അതൊക്കെ പരസ്പരം പറഞ്ഞ് തീർത്തുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് തൻ്റെ വർഗപുഷ്ടികളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നല്ല നിലയിൽ പടച്ചവൻ്റെ കാരുണ്യത്തിന് വേണ്ടി അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എന്തെല്ലാം കുറവുകളോ തെറ്റുകളോ കാര്യങ്ങളുണ്ടോ അതൊക്കെ പുറത്തുകൊണ്ട് ഒത്തൊരുമിച്ച് കുടുംബപരമായി ഒരുമിച്ചുകൊണ്ടും നാട്ടിൽ വളരെ സൗഖ്യത്തോടു കൂടി നാട്ടിൽ നമ്മുടെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ആ അവസ്ഥയിൽ കൂടാതെ നാട്ടുകാർ നമ്മുടെ സമൂഹമാണ്, നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ മഹല്ലുകാരാണ്. അവർ നമ്മളൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ എന്തെങ്കിലുമുള്ള കുറവുകളോ പാളിച്ചകളോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അത് ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മളും അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സമൂഹത്തിലെ കുടുംബത്തിലെ ജനങ്ങൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന് എന്നെപ്പോലുള്ള ഒരുത്തൻ തന്നെയാണ്, അവൻ്റെ പാളിച്ചകൾ ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മളും തയ്യാറായി നിന്നുകൊണ്ട് കുടുംബപരമായും ആ സമൂഹപരമായും മഹല്ലടിസ്ഥാനത്തിലും ആ നാട്ടിലും നമ്മളൊക്കെ തന്നെ മറ്റൊരു രീതിയിൽ വേറെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും കണ്ടാൽ ഒരുമയുള്ള വളരെ സന്തോഷമുള്ള വളരെ റാഹത്തുള്ള ഒരവസ്ഥയിലേക്ക് വരാൻ നമ്മളിൽ ആരെങ്കിലും പിന്നോട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറി മുന്നോട്ട് വരണമെന്നും ഒത്തൊരുമിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ അവനെ പോലെ പാലത്തേനക്കാരനെ പോലെ എന്ന് പറയിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം, അതിന് സഹായിക്കണം, അതിന് സഹകരിക്കണം. അങ്ങനെ ഒത്തൊരുമിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ നീങ്ങണം എന്നും ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞു നോക്കാതെ നമുക്കറിയാം പരസ്പരം പരിചയപ്പെടേണ്ടതുണ്ട്. ഞങ്ങൾ ആണുങ്ങളൊക്കെ പല യോഗത്തിൽ കൂടിയിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ ഒന്ന് നടാടെയാണ് ഒത്തൊരുമിച്ച് കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എവിടെയൊക്കെ ആളുകളുള്ളവരാണ്, അവരോട് പരിചയപ്പെടേണ്ട ആവശ്യമുണ്ടാകും. ഇൻഷാ അല്ലാഹ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിലാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് എന്തൊക്കെയാണ് വേണ്ടത് ശ്രദ്ധിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അത് നമ്മളെ ഭക്ഷണത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് തന്നെ അതിന് സൗകര്യങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇനി കൂടുതൽ നീട്ടി പരത്തി പറയാതെ ഇവിടെയുള്ള മറ്റുള്ളവർക്ക് വഴി മാറിക്കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ഉദ്ദേശം എന്താണ് എന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളവർക്കും സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇനി എൻ്റെ സംസാരത്തിൽ കാരണം പ്രസംഗിച്ച ശീലം എനിക്കില്ല. അപ്പോൾ സംസാരത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിഷമം തോന്നിയിട്ടുണ്ട് സാധനം ക്ഷമിക്കണമെന്നും നല്ല ഉദ്ദേശത്തോടു കൂടിയേ വാക്കുകൾ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഞാൻ എന്തെങ്കിലും മനസ്സിൽ വേദനിക്കുന്ന വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു സമ്മാനദാനം നമ്മുടെ ഭാരതീയ കുടുംബത്തിൽ കിട്ടിയിട്ടുള്ള ഈ വർഷത്തെ SLC പരീക്ഷ ഏറ്റവും മെച്ചമായി കിട്ടിയിട്ടുള്ള കുട്ടികളുടെ സമ്മാനദാനം അത് അടുത്ത് നടക്കാൻ പോവുകയാണ്. നമ്മളെ വകല കുടുംബ വകയല്ല, അത് പിന്നീട് കൊടുക്കും. പുറമെന്നാണ് ആ കാര്യത്തെക്കുറിച്ച് ഷെരീർ സാഹിബിനോട് പറയും. ആ കാര്യം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ആശംസാ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരെ ക്ഷണിക്കും. അടുത്തതായി ചെറിയൊരു സമ്മാനദാനമാണ്. ഈ വർഷത്തെ SLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വെട്ടത്തൂർ പഞ്ചായത്തിലുള്ള പാലത്തിങ്ങൽ മർഹൂം ഉമർ എന്നിവരുടെ മകൾ ഷഹബാന റാഷിദ എന്ന വിദ്യാർത്ഥിനിക്കുള്ള ഒരു ഉപഹാരമാണ്. അത് വെട്ടത്തൂർ മേഖല
MSF കമ്മിറ്റിയായി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അവരുടെ വീട്ടിൽ പോയതായിരുന്നു. അവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇവിടെ നിന്ന് കാരണവന്മാരുടെയൊക്കെ അനുമതിയോടുകൂടെ നഈമ എന്നുള്ള വിദ്യാർത്ഥിനിക്കാണ്. ആ വിദ്യാർത്ഥിനിക്കുള്ള സമ്മാനദാനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. MSF കമ്മിറ്റിക്ക് വേണ്ടി പ്രതിനിധി ഷമീമിനെയും ഏറ്റുവാങ്ങാൻ വേണ്ടി നഈമ എന്ന വിദ്യാർത്ഥിനിയെയും ക്ഷണിക്കും. നഈമ കാപ്പ്. ആശംസാ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കാരണവരായിരുന്ന ഹംസ എളാപ്പയുടെ മകൻ മുഹമ്മദ് അലി മുസ്ലിയാർ ആദരവ്. وعلى آله وصحبه أجمعين أما بعد ആത്മീയനായ അധ്യക്ഷൻ ജ്യേഷ്ഠൻ അവരുടെ വേദിയിലുള്ള എളാപ്പന്മാരെ, കാരണന്മാരെ, അതുപോലെ തന്നെ ഇവിടെ ഉപവിഷ്ടരായ ജ്യേഷ്ഠന്മാർ, പെങ്ങന്മാർ, മറ്റു സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ ഒരു സംരംഭം ഞാൻ ആദ്യമായിട്ടാണ്, ഉദ്ദേശിക്കാത്തൊരു പരിപാടിയാണ് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. പല കുടുംബയോഗങ്ങളും നടത്തിയിട്ടുണ്ട്. അതിലൊന്നും ഈ ഉള്ളവർ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വിദേശത്തല്ലെങ്കിലും ഈ നാട്ടിൽ നിന്നുള്ള വിദേശത്താണ്. ചാവക്കാട് മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. മദ്രസ പ്രസ്ഥാനത്തിന് ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ലീവ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തു വന്നാലും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് എൻ്റെ രണ്ടനുജന്മാരുടെ നിർബന്ധം. അതുപോലെ തന്നെ എളാപ്പ, മറ്റുള്ള എല്ലാവരും കാണുന്നവരെല്ലാവരും പറയും, ഒരു യോഗത്തിൽ നീ പങ്കെടുത്തിട്ടില്ല, ഈ യോഗത്തിലെങ്കിലും പങ്കെടുക്കണം. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതിന് അവസരം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വന്നപ്പോൾ രണ്ട് വാക്ക് പറയണം എന്നും എന്നോട് പറയുകയുണ്ടായി. എന്നിരുന്നാലും അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെയാണ്. കുടുംബസംഗമം നല്ലൊരു വിഷയമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, നിങ്ങൾ വിട്ടുപിരിഞ്ഞ് പോകരുത്, കുടുംബബന്ധം ചേർക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾക്കൊരുപാട് മഹത്വം അതിലുണ്ട്. ആ കുടുംബബന്ധം ചേർക്കുന്നതിൽ ദീർഘായുസ്സ് നൽകുക എന്നാണ് ഒന്ന്. കുടുംബബന്ധമായിട്ട് എപ്പോഴും ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അതിൽ നിന്ന് കുടുംബബന്ധം പുലർത്തിയതുകൊണ്ട് നമ്മൾക്ക് ദീർഘായുസ്സ് നൽകുമെന്നാണ്. ആരാണ് പറഞ്ഞത്? ഞാനോ എൻ്റെ പിതാവോ അല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങളോ അല്ല. നമ്മളെല്ലാവരും സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇല്ലാതിരിക്കുകയില്ല, ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ദീനീ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വെറുതെ കുറെ കാലം ഉണ്ടായാൽ പോരാ, ദീനിനെ ഖിദ്മത്ത് ചെയ്യണം. ദീനീ ഖിദ്മത്തിലായിക്കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. ദീനീ ഖിദ്മത്തിലായി തന്നെ അല്ലാഹു തആല നമ്മളെ മരിപ്പിക്കുമാറാവട്ടെ. നമ്മൾ ഒരുപാട് അനുഗ്രഹീതരാണ്. എന്തെന്ന് വെച്ചാൽ നാം മുസ്ലിമായത് തന്നെ ഒരു അനുഗ്രഹമാണ്. മുസ്ലിമായത് തന്നെ ഒരു അനുഗ്രഹം. الإسلام أن
أشهد أن لا إله إلا الله وأنك محمد رسول الله وإقام الصلاة وإيتاء الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. അതാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇസ്ലാം എന്നാൽ ഷഹാദത്ത് കലിമത്തില്ല, അത് കഴിഞ്ഞാൽ അവൻ മുസ്ലിമായി. രണ്ടാമതായിക്കൊണ്ട് നമസ്കാരം നിലനിർത്തണം. അതാണ് നമ്മളുടെ ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഏറെ ഉദ്ദേശിക്കുന്നത്. ആ സ്നേഹബന്ധങ്ങൾ അതിലൂടെ ഇസ്ലാമിനെ ഊട്ടിയുറപ്പിക്കുക, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുക, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി ആ സഹോദര ബന്ധം എപ്പോഴും നിലനിർത്തുക. അതാണ് പാലത്തിങ്കൽ കുടുംബസംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നേരത്തെ സ്വാഗതഭാഷണം പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു പേരും പ്രസക്തിക്കും വേണ്ടിയല്ല, അതല്ലെങ്കിൽ വേറുള്ള ഒരു ഉദ്ദേശങ്ങൾക്കല്ല. അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി പല ആളുകളെയും സഹായിക്കേണ്ട കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നല്ല തന്നെയാണ്. കാരണം രോഗിയെ സന്ദർശിക്കുക, അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല നൽകുന്നുണ്ട്. അവരെ സഹായിക്കുക, പാവപ്പെട്ട കുടുംബങ്ങളെ, പാവപ്പെട്ട രോഗികളെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെ സഹായിക്കുക. ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പം എല്ലാവരും കൂട്ടായി കഴിഞ്ഞാൽ പലതുള്ളി പെരുവെള്ളം അത് തന്നെയാണ് മലവെള്ളം എന്ന് പറഞ്ഞതുപോലെ പല കൂട്ടായ്മകളും പല ആളുകളും പലതും സംഘടിപ്പിച്ചുകൊണ്ട് സ്വരൂപിച്ചുകൊണ്ട് അതൊരു കൂട്ടായി രോഗമായ ആളുകളെ ചികിത്സിക്കാനും രോഗികളെ സന്ദർശിക്കാനും അതല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു സഹായം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായ ഒരു കാര്യമാണ്.